ജപ്പാൻകാരുടെ വിജയരഹസ്യം ഇതിനെ കുറിച്ച് നമ്മള് യൂട്യൂബൊക്കെ നോക്കി ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ കാണുന്നതാണല്ലോ. ജപ്പാൻകാരുടെ എന്താണ് അവര് ഫോളോ ചെയ്യുന്ന റൂൾസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് സെയിം തിങ് അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് നോക്കുന്നത്. അവര് ഹാപ്പി ആയിട്ട് ഇരിക്കാനും സക്സസ്ഫുൾ ആവാനും ജീവിതത്തിലെ പല പല മേഖലയിലും സക്സസ്ഫുൾ ആവാനും ഒക്കെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ അവര് ഫോളോ ചെയ്യുന്ന കുറെ ട്രിക്സ് ഉണ്ട്, കുറെ റൂൾസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് റൂൾസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ടല്ല പറയുന്നത്. വളരെ ചുരുക്കമായിട്ടുള്ള മെയിൻ കോർ ആയിട്ടുള്ള എന്താണ് അതിന്റെ ഒരു മെയിൻ പോയിന്റ് എന്താണ് അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഹെൽപ്ഫുൾ ആവുന്നുണ്ടോന്നും അറിയില്ല. ജസ്റ്റ് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആവുക. ആൻഡ് അതിൽ എല്ലാ റൂൾസും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഫോളോ ചെയ്യാൻ പറ്റിയാൽ ബെറ്റർ ആണ്. ഒരെണ്ണമെങ്കിലും ഫോളോ ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു വിജയ രഹസ്യം അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് സ്റ്റാർട്ട്. ഒന്നാമത്തെ റൂളാണ് ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരാ ഹച്ചിബു. അതാണ് ഈ ഒരു റൂളിന്റെ പേരെന്ന് പറയുന്നത്, ഹരാ ഹച്ചിബു. അത് അതിനോളം ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആവുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. കാരണം പ്രൊണൗൺസിയേഷൻ വേറെയാണല്ലോ. നമ്മൾ മലയാളത്തിൽ പ്രൊണൗൺസ് ചെയ്യുന്നത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും റൈറ്റ് വെച്ചിട്ടുള്ള പ്രൊണൗൺസിയേഷൻ ആണ് പറയുന്നത്, ഹരാ ഹച്ചിബു എന്നാണ് പറയുക. ഇത് ഭക്ഷണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാല് നമ്മൾ എപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വയറ് നിറയെ കഴിക്കരുത്. എപ്പോഴും ഒരു 80% വയറിന് സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. നമ്മളിപ്പോ ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമുക്ക് എന്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല, ഒരു ഏതോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വയറിലാണെന്നുണ്ടെങ്കിൽ ഒരു ഏനക്കേട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ലേ. വയറ് നിറയെ ബുദ്ധിമുട്ട് കഴിച്ചാലുള്ള പ്രശ്നമാണല്ലോ. അപ്പൊ ഇത് ഓവറായിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഡൈജഷൻ പ്രോബ്ലംസ് വരും, ഹെൽത്തി ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നമുക്ക് വരും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും നമുക്ക് നല്ലോണം കോൺസെൻട്രേഷൻ കിട്ടാനും ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ കുറവ് കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഹെൽത്തി പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹരാ ഹച്ചിബു എന്ന് പറയുന്ന ഈ റൂളിലൂടെ അവർ പറയുന്നത്. വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്, ഒരു 80% കാര്യങ്ങൾ സ്പേസ് കൊടുത്തിട്ട് വേണം. അല്ലെങ്കിൽ ആ ഒരു ഇനിയും കഴിക്കണം എന്നൊരു തോട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കൽ നിർത്താമെന്നാണ് ഈ ഒരു റൂളിലൂടെ പറയുന്നത്. അപ്പൊ ഇനി തൊട്ട് നമ്മൾ മുഖമൊക്കെ കഴിക്കരുത്, ഇച്ചിരി സ്പേസ് വരല് ബാക്കി വെച്ചിട്ടാണ് കഴിക്കാനായിട്ട്. രണ്ടാമത്തെ റൂളാണ് ഇക്കിഗായ്. ഇക്കിഗായിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പേർപ്പസ് ഓഫ് ലൈഫ്, അതാണ് ഇക്കിഗായ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നും രാവിലെ എണീറ്റ ഉടനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന് ഞാൻ എന്തിനു വേണ്ടി എണീറ്റു, ഇന്ന് എനിക്ക് എന്ത് തന്നെ ചെയ്യാൻ പറ്റും, ഇന്ന് എനിക്ക് ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പാഷൻ എന്താണ്, എലിജിബിലിറ്റി എന്താണ്, നമ്മുടെ എബിലിറ്റി എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുക. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കുക. ഈ നമ്മുടെ ഓരോ നിമിഷം എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ത്വര, ഒരു ഡ്രൈവ് നമുക്കുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡ്രൈവ് കൂടിയായിട്ട് മാറും. അപ്പൊ എപ്പോഴും നമ്മൾ എണീറ്റ ഉടനെ അല്ലെങ്കിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പർപ്പസ് ഓഫ് ലൈഫ്. നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ എബിലിറ്റി എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടാണ് ഈ കാര്യം പറയുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു ടെക്നിക്കാണ് സോഷ്യൽ ടെക്നിക്. ഈ സോഷ്യൽ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ചെറിയൊരു അറിവുണ്ടെങ്കിൽ കൂടി നമുക്ക് കൊണ്ടുവരും. ഈ അറിവ് പോലെയാണ് നമ്മൾ എല്ലാവരും പെരുമാറുക അല്ലെ. ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാൻ അറിയാം. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കുക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിൽ എല്ലാ പ്രാവീണ്യവും ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സാധനം വേറെ ആരെങ്കിലും ചെയ്യാൻ എന്നതാ ഞാൻ ചെയ്തോളാം, എനിക്ക് അതിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. ഇനിയിപ്പോ ടെക്നിക്കൽ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രോയിങ് പരമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇനി എന്തും ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാഗത്തോടു കൂടിയാണ് നമുക്ക് അതിന് പെരുമാറുന്നത്, സംസാരിക്കുന്നതൊക്കെ അല്ലെ. നമുക്ക് എല്ലാം അറിയൂ എന്നുള്ള ഒരു സാധനം. ഇത് പൊതുവെ ഒരു അഹങ്കാരത്തിന്റെ ഒരു ടോണായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സോഷ്യൽ ടെക്നിക് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും എന്ത് കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞാലും എല്ലാം അറിഞ്ഞു എന്നുള്ളൊരു ഭാഗം നമ്മൾ വെക്കരുത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് ഇച്ചിരി നോളജെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബിഗിനേഴ്സ് മൈൻഡിൽ വേണം നിൽക്കാനായിട്ട്, ഒരു ബിഗിനേഴ്സിന്റെ സ്റ്റേജിൽ വേണം നിന്നിട്ട്
നമ്മൾ എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. അപ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത കുറെ കൂടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു മുൻകരുതൽ ഉണ്ടായിട്ടില്ല, കുറച്ചും കൂടെ ആകാംക്ഷയോട് കൂടി എന്തൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കുറെ നോളജ് നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവരെയും നമുക്കൊരു ഈക്വൽ ആയിട്ട് കാണാനും, നമ്മൾ എല്ലാവരെയും പോലെ എല്ലാവരും നമ്മളൊരു ഈക്വൽ മൈൻഡ് സെറ്റോട് കൂടി കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അല്ലാതെ പക്ഷെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയതായിട്ടൊന്നും അറിവ് നേടാനായിട്ട് പറ്റില്ല. ഇപ്പൊ ലൈഫിലാണെങ്കിൽ കൂടി എല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഭാവം നമുക്ക് വരും. ഒട്ടും ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ത്രില്ലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും സോഷ്യൽ ടെക്നിക്കിൽ പറയുന്നത് ബിഗിനേഴ്സ് മൈൻഡിൽ നിൽക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ആകാംക്ഷയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കാണുക, ചെയ്യുക, മുൻവിധികൾ വെക്കാണ്ടിരിക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. നാലാമത്തെ റോൾ എന്ന് പറയുന്നത് വാബി സാബി. വാബി സാബി ടെക്നിക് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയാ, കുറച്ച് ഒരു ത്രില്ല് തോന്നിക്കുന്ന ഒരു റൂളാന്ന് വേണം പറയാൻ. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം വേണ്ടി കംപ്ലീറ്റ് ചെയ്യാണ്ട്, പക്ഷെ ഇതെല്ലാം നമുക്ക് പെൻഡിങ് ആയിക്കൊണ്ടേയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ലൈഫിൽ കംപ്ലീറ്റ് ആവാൻ പറ്റാറില്ല. പൊതുവെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കുറെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പെർഫെക്ഷനിസം നോക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യണം. നല്ലൊരു ക്യാമറ വേണം, നല്ലൊരു എഡിറ്റിംഗ് ആപ്പോ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം എഡിറ്റിംഗ് അറിഞ്ഞിരിക്കണം അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കും. ഇതൊന്നും പെർഫെക്റ്റ് ആകാത്തോടത്തോളം കാലം യൂട്യൂബ് ചാനൽ നമുക്ക് തുടങ്ങാൻ പറ്റും ഇല്ല. അപ്പൊ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ വെച്ച് തുടങ്ങാം. ഇത്തിരി ഇംപെർഫെക്ഷനിസം ഉണ്ടായിരിക്കും. ഈ ഇംപെർഫെക്ഷനിസത്തിനാണ് ഈ വാബി സാബി എന്ന് പറഞ്ഞ റൂള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചില കാര്യങ്ങൾ ഇംപെർഫെക്റ്റ് ആവുമ്പോഴും ഭംഗിയുണ്ടെന്നാണ് ഈ റൂളിലൂടെ പറയുന്നത്. അതും അംഗീകരിക്കപ്പെടുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യവും പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കുറച്ച് കാര്യങ്ങൾ ഇംപെർഫെക്റ്റ് ആയാലും അത് നമുക്ക് ഭംഗി കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഇംപെർഫെക്ഷനിസത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് വാബി സാബി എന്ന് പറയുന്ന തിയറി. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഇംപെർഫെക്ഷനിസം ഇനിയിപ്പോ എല്ലാ കാര്യത്തിലും ഇംപെർഫെക്ഷനിസം ആയാലും കുഴപ്പമൊന്നുമില്ല, ഇത് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു കാര്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഇതൊരു ജനറൽ തിയറിയാണ്. ഈ ഇംപെർഫെക്ഷനിസം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യങ്ങൾ പെൻഡിങ് ആകരുത്. നമ്മൾ ഡേ ബൈ ഓരോ ദിവസവും കൂടുന്തോറും നമ്മള് പുരോഗമിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇതിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. അല്ലാണ്ട് എല്ലാ കാര്യവും എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും ഈ ഇംപെർഫെക്ഷനിസം നമ്മൾ പെർഫെക്ഷനോട്ട് കൊണ്ടെത്തിക്കണം. അതുകൂടി ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തു. മറ്റൊരു തിയറിയാണ് കക്ലേബോ. ഈ ഒരു തിയറി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് കക്ലേബോ എന്ന് പറഞ്ഞ തിയറി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ജേണൽ കീപ്പ് ചെയ്യണം എന്നാണ്. നമ്മുടെ ഡെയിലി ഉള്ള ചെലവുകള്, വരവ്, നമ്മുടെ സേവിങ്സ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഗൂഗിൾ പേ ചെയ്തപ്പോൾ നമ്മൾ അതെല്ലാം നോട്ട് ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുക. ഡെയിലി ഒരു ഓഡിറ്റിംഗ് നടത്തുക. എന്തൊക്കെ കാര്യങ്ങൾ ചെലവ് ചെയ്തു, ഇതിൽ എത്രത്തോളം അനാവശ്യമായിട്ടുള്ള ചെലവുണ്ട്, ആവശ്യത്തിന് നമ്മൾ എത്ര ചെലവ് ചെയ്തു, നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് എല്ലാം ഓഡിറ്റിംഗ് ഡെയിലി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ ക്യാഷ് സേവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയൊക്കെ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു തിയറി നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് ഫിനാൻഷ്യൽ ജേർണൽ കീപ്പ് ചെയ്യാന്നുള്ളത്. അടുത്തത് പൊമോഡോറോ ടെക്നിക്. ഈ ടെക്നിക് എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, നമുക്കൊരു കാര്യം, ഒരു വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിലും എത്രത്തോളം നമ്മൾ ആ കാര്യം ചെയ്യാൻ വേണ്ടി പാഷനായിട്ട് ആണെന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ നമുക്ക് 25 to 30 മിനിറ്റ്സ്, 25 to 30 മിനിറ്റ് വരെ നമുക്ക് ഫുള്ളായിട്ട് ഒരു മനസ്സിരുത്തി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ആയിപ്പോകും. അപ്പൊ എന്ത് ഡൈവേർട്ട് ആയാലും ഇല്ലെങ്കിലും നമ്മളൊരു കാര്യം ഫുള്ളായിട്ട് ചെയ്യാനിരിക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കണ്ടിന്യൂസ് അതിൽ ഇരിക്കാണ്ടിരിക്കുക. ഒരു 25 to 30 മിനിറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. വീണ്ടും ഒരു അരമണിക്കൂർ ചെയ്യാൻ ബ്രേക്ക് കൊടുക്കുക. ഈ കാര്യം നമ്മൾ കണ്ടിന്യൂസ് ചെയ്താൽ മാത്രം നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ടൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ കപ്പാസിറ്റി അനുസരിച്ച് അത്രത്തോളം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു ടെക്നിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ.
ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ടെക്നിക്കിന്റെ പേരോ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ഒരു ടെക്നിക്കിന്റെ പേര് ഇതാണ്, ഈ ഒരു റൂളിന്റെ പേര് ഇതാണ്, പോംഡോറോ ടെക്നിക്ക്, അങ്ങനെയൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണെന്നൊന്നും പറഞ്ഞ് ചെയ്യേണ്ട. കുറച്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ലൈഫിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റിയ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുവരാം കേട്ടോ.